ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ചിക്കൻ ടിക്ക മസാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങാനീരും 2 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ തിരിച്ചും അരച്ച് വിട്ടതിന് ശേഷം ഇതിപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ പാൻ വെച്ചതിന് ശേഷം 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം 1/2 സ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ ഉള്ളിയുടെയൊക്കെ ഒന്ന് കളറൊന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 തക്കാളി നമ്മളൊന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ വളരെ വേഗം തന്നെ നമ്മളുടെ ചിക്കൻ ടിക്ക മസാല ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.